എവരിവൺ, വെൽക്കം ടു കുഞ്ഞൂസ് വേൾഡ്. ഇന്നതാ ഇവിടെ മെയ് 19 വിക്ടോറിയ ഡേ ആണ്. ഒരു പൊതു അവധി ദിവസമാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഒരു ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങാമെന്ന്. ഷോപ്പിങ്ങും പ്ലസ് ഇൻഡോർ പ്ലേ ഗ്രൗണ്ട്. അതേ റൂംകുട്ടൻ ബാക്കിൽ ഇരുന്നിട്ടാണ് കേട്ടോ അത് പറഞ്ഞത്. ഓക്കെ, എനിവേസ്, അപ്പോൾ ഷോപ്പിങ്ങും ഇൻഡോർ പ്ലേ ഗ്രൗണ്ടുമാണ് ഇന്നത്തെ നമ്മുടെ ഔട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ദാ നോർത്തിലുള്ള ലണ്ടൻ ഡയറി മാളിലേക്ക് വന്നേക്കാണ്. അത് ഇതുവരെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല അല്ലേ വീഡിയോയിൽ. ലണ്ടൻ ഡയറി മാളിൽ വന്നേക്കാം. വെസ്റ്റേൺ മാൾ ഇപ്രാവശ്യം നമ്മൾ ഇച്ചിരി വിട്ടുപിടിക്കാന്ന് വെച്ചത്. അവിടുത്തെ വിന്നേഴ്സിലേക്ക് വന്നേക്കാം. അപ്പോൾ നമുക്ക് നേരെ വിന്നേഴ്സിൽ പോയിട്ട് എന്തെങ്കിലും ഓഫേഴ്സ് ഉണ്ടോ എന്ന് നോക്കാം. വിന്നേഴ്സിലേക്ക് നല്ല തണുപ്പുണ്ടെന്ന്. നല്ല തണുപ്പുണ്ട്. ഞങ്ങൾ ആമസോൺ പ്ലേ ഗ്രൗണ്ടാണ് പ്ലാൻ ചെയ്തത്. അന്നേരത്തേക്ക് അതിൻ്റെ ഒരു 7-8 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ ലണ്ടൻ ഡയറി മാളിലേക്ക്. എന്നാൽ പിന്നെ മാളിലും കൂടെ വന്നിട്ട് അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. കാരണം മാള് കഴിഞ്ഞിട്ടാണ് ആമസോൺ പ്ലേ ഗ്രൗണ്ട്. അപ്പോൾ ഇവിടെ കയറി ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് പ്ലേ ഗ്രൗണ്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച് കയറിയതാണ് കേട്ടോ. നമുക്ക് നോക്കാം. ഇതാ പിള്ളേരുടെ സെക്ഷൻ വന്നപ്പോൾ തന്നെ റോങ്ങിന് പാൻറ് നോക്കണം. നല്ല നല്ല പാത്രങ്ങളൊക്കെ കിടപ്പുണ്ട്. സോറി, തവികളൊക്കെ കിടപ്പുണ്ട് കേട്ടോ. പാത്രങ്ങൾ അപ്പുറത്തുണ്ട്. ഇത് നല്ല അരിപ്പയാണോ എന്ന് ചോദിച്ചാൽ ആണ്, പക്ഷെ വേണ്ട. കുഞ്ഞു തുളയാണെന്ന് നമുക്ക് തോന്നും, പക്ഷെ വലിയ തുളയാണ്. ഇവിടുത്തെ എല്ലാ സ്ട്രെയിനേഴ്സും ഇങ്ങനെ വലിയ തുളയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ബാക്ക് യാർഡിലെ ഡെക്കിൽ. ഡോണ്ട് ടേക്ക് എനിത്തിങ്, ഓക്കെ? ഓ, നല്ല നല്ല സ്നേക്ക് പ്ലാന്റ്സ് ഒക്കെ ഇരിക്കുന്ന ഗൈസ്. ഫേക്കാണ് കേട്ടോ ഇതൊക്കെ. മെഴുകുതിരി ഇത്. ഓ മൈ ഗാഡ്, ലുക്ക്. മെഴുക് തിരിയല്ല, സോറി, മൈ ബാഡ്. മെഴുക് വെച്ച് ഉണ്ടാക്കിയേക്കണ സാധനമാണ് കേട്ടോ ഇത്. ഓ, ലുക്ക് അറ്റ് ദാറ്റ് ഗൈസ്, സൂപ്പർ. അതുപോലെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. ഈ ഏഞ്ചൽസ് ഹോൾഡിങ് ദ കപ്പ്. I don't know what it is, but I like it. $40 ഉള്ളൂ. 40 or 59? 40 ഓഫറിലാണ്. Remember the toy that we did this, put the hand under and it flies? This is the type of toy, but not this. Sensor, hey? Yeah, sensor, and then when you put your hand under, it'll fly. $12.99 ഉള്ളൂ കേട്ടോ. പക്ഷെ കളർഫുൾ പേടിയായിരുന്നു ഞാൻ മേടിച്ചേന്. ഇതിപ്പം ഒരു കളർഫുൾ അല്ല. പിന്നെ ഇതിൻ്റെ ചുണ്ട് ഒടിഞ്ഞു പോയി. ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ കയറിയേക്കുവാ. വിശന്നിട്ട് കണ്ണ് കാണാൻ പാടില്ലാണ്ടായി. വിന്നേഴ്സിൽ നിന്ന് നമ്മൾ കുറച്ച് ഉടുപ്പും കാര്യങ്ങളൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇതാ ഫുഡ് കഴിക്കാൻ വന്നേക്കാൻ മണി 4 മണിയായി. ഫുഡ് കഴിക്കുന്ന ഇപ്പോഴാണ് ലഞ്ച്. റോയിച്ചിനും ഞാനും ഓരോ ചിക്കൻ ബർഗർ പറഞ്ഞു. എന്ത് ചിക്കൻ ബർഗർ? നാഷ്വില്ലെ ബർഗർ. പിന്നെ ചിക്കൻ ക്രഞ്ചർ. നാഷ്വില്ലെ ചിക്കൻ ക്രഞ്ചർ, അങ്ങനെയാണ് പേര്. നല്ലതാണോ എന്തോ അറിയാൻ പാടില്ല, കഴിച്ചു നോക്കണം. പിന്നെ ഇതാ കുഞ്ഞിപ്പെണ്ണിന് ചിക്കൻ സ്ട്രിപ്സ്, പക്ഷെ അപ്പന തിന്നുന്നേന്ന് തോന്നുന്നു. റോഹൻകുട്ടന് ചിക്കൻ എന്തുവാടാ അത്, ചബ്ബി ചിക്കൻ പ്ലസ് ഫ്രൈസ്. ഇതൊക്കെയാണ്. അപ്പോൾ കഴിച്ചിട്ട് വരാം. ടൈം കുറവായിരുന്നു. അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ട് ഹഡ്സൺ മിൽക്ക് റബ്ബറാണ് 70-90%. ഓക്കെ, ഇതൊക്കെ തന്നെയാണ്. ഓക്കെ, ഇന്നിപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നടന്നില്ല. ഇന്ന് വിക്ടോറിയ ഡേ ആയതുകൊണ്ട് തന്നെ ലെസ് അവേഴ്സ് ആയിരുന്നു കേട്ടോ. അവേഴ്സ് ഭയങ്കര കുറവായിരുന്നു. എല്ലായിടവും പെട്ടെന്ന് ക്ലോസ് ചെയ്തു. 5 മണിക്ക് ക്ലോസ് ചെയ്യുമായിരുന്നു. ഇപ്പം 5:25 നമ്മളൊരു ഷോപ്പിങ്ങിന് കയറി കഴിഞ്ഞാൽ പിന്നെ എസ്പെഷ്യലി റോയിച്ചിനെ കൊണ്ട് എല്ലാ ആയാലും കയറി ഇറങ്ങുന്നുണ്ട്, ഒരുപാട് സമയം എടുക്കും. അപ്പം അതുകൊണ്ട് വിന്നേഴ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 4 മണിയായി. 4 മണി. എന്നിട്ടാണ് ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോയത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്ന വഴിക്ക് ഹഡ്സൺസ് ബേയിൽ പണ്ട് 60% ഇപ്പൊ 70-90% ഓഫ് ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ അവിടെയും ചുമ്മാ ഒന്ന് കയറിയതാ. 5:25 ആയപ്പോഴും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങണത്. അവരെ ഓടിച്ചു വിട്ടു എന്ന് വേണം പറയാൻ. എന്നാ ഇറക്കി വിട്ടു അവര്. അതാണ് സത്യം. ഓടിച്ചു വിട്ടില്ല, ഇറക്കി വിട്ടു. 5 മണിക്ക് ഷോപ്പ് ക്ലോസ് ചെയ്യണം. പക്ഷെ ഇപ്പോഴാണ് നമ്മളൊക്കെ ഇറങ്ങണത് അവിടെ നിന്ന്. ഓക്കെ, അപ്പൊ എന്തായാലും എനിക്ക് കച്ചവടത്തിൽ ഭയങ്കര ലാഭമായതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. പിള്ളേർക്ക് കുറച്ച് നഷ്ടം വന്നു, കാരണം പ്ലേ ഗ്രൗണ്ടിൽ പോകാൻ പറ്റിയില്ലല്ലോ. സാറില്ല, നമുക്ക് നാളെ പോവാം. നാളെ റോയിച്ചും ജോലിക്ക് പോവും. ഞാനും പിള്ളേരും കൂടെ പ്ലേ ഗ്രൗണ്ടിൽ പോയി അടിച്ച് പൊളിക്കും നാളെ. പിന്നെ പ്ലേ ഗ്രൗണ്ട് എനിക്കും ഭയങ്കര ഇതല്ലേടാ. ഞാൻ പ്ലേ ചെയ്യുന്ന എന്ത് ചോദ്യമാണോ ചോദിക്കുന്നത് എന്നോട്? ടാഗ് എന്ത് വേണമെങ്കിലും കളിക്കാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഈ ഒരു ഡേ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പക്ഷെ നാളത്തെ ആമസോൺ പ്ലേ ഗ്രൗണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്യും. ആമസോൺ പ്ലേ ഗ്രൗണ്ടാണ് ഏതെങ്കിലും ഒരു പ്ലേ ഗ്രൗണ്ട്. നാളെ മിക്കവാറും അടുത്തുള്ള ആ ഹൈഡ് ആൻഡ് സീക്ക് തന്നെ ആവാനേ വഴിയുള്ളൂ. എന്തായാലും ആ പ്ലേ ഗ്രൗണ്ടും കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും ഈ വീഡിയോ വരിക. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും അല്ലാതെ വേണ്ടല്ലോ അല്ലെ, നാളെ പറഞ്ഞാൽ പോരെ. ഓക്കെ, അപ്പൊ ബൈ ബൈ, നാളെ കാണാം. ഇത് അയറൂട്ടിക്ക് മേടിച്ചു കൊടുത്ത ടോയാണ് ഇന്ന് നമ്മള് പുറത്തു പോയപ്പോ. ഹഡ്സൺസ് ബേ ഇത് എവിടെ നിന്ന് മേടിച്ച? വിന്നേഴ്സിൽ നിന്ന് അല്ലേ.
ഒരു കുഞ്ഞ് ബേബി ടർട്ടിലിനെ കിട്ടി. കുഞ്ഞിപ്പെണ്ണിന് ടോയ് ആണ് കേട്ടോ ഇത്. എത്രത്തോളം ക്ലിയർ ആയിന്ന് അറിയാൻ പാടില്ല. ഇതാണ് കേട്ടോ. ഇരിക്കും. ഇത് കണ്ടോ, ഇതാണ് ടോയ്. എലിവേറ്ററും ഒക്കെ ഉണ്ട് കൊച്ചിന്. എലിവേറ്റർ ഉണ്ട്, ബങ്ക് ബെഡ് ഉണ്ട്, പിന്നെ എന്നാ ഉള്ള ഏതാണ്ടൊക്കെ ഉണ്ട്. സ്ലൈഡ് ഉണ്ട്. അതെ, ആമയ്ക്ക് സ്ലൈഡിൽ ഇറങ്ങാൻ സ്ലൈഡ് ഉണ്ട്. പിന്നെ എന്നാ ഉള്ളൊരു ഊഞ്ഞാലുണ്ട്. ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട് കേട്ടോ. നമ്മുടെ ടൂലിപ്സ് എല്ലാം വളർന്നു ഗൈസ്, വളർന്നു. രാവിലെകളിൽ ഇത് തുറന്നു വരും, വൈകുന്നേരം ആകുമ്പോ ഇതെല്ലാം അടഞ്ഞു പോകും ലൈക്ക് ദിസ്. പക്ഷെ രാവിലെകളിൽ ഇങ്ങനെ തുറന്നു വരും കേട്ടോ. നല്ല രസമാണ്. നല്ല കാര്യമായിട്ട് പറഞ്ഞതാടോ, ഡോറാണോ എന്തോ. പക്ഷെ രാവിലെകളിൽ ഇതെല്ലാം ഇങ്ങനെ തുറന്നു വരും, വൈകുന്നേരം ആകുമ്പോ ഇതെല്ലാം പൂടും. ഇതൊക്കെ ഓൾറെഡി വലിയ പൂവായി. ഓക്കെ, ടേൺ ഓൺ ചെയ്തിട്ട് റോണോന്റെ കയ്യിലേക്ക് കൊടുക്കാന്ന് ചേട്ടെ. ഒപ്പാടി. അയ്യോ അപ്പനും കൊള്ളാം, മോനും കൊള്ളാം. ദോ കാണുന്നു ഇൻഡോർ പ്ലേ ഗ്രൗണ്ട് ഹൈഡ് ആൻഡ് സീക്കിന്റെ. റോണും മയറും ദേ അവിടെ പോയി വെയിറ്റ് ചെയ്യുന്നു. Ready for a step? Yes. Yay! Okay, great. Thank you so much. Do we all have socks? Yeah. Perfect. We all have socks. Yeah. Thank you. Looks like you play tag with us. Okay, let's play tag. I don't want to play tag. Okay. This is the place I wanted to stay. Yeah, I knew this. I went here with my daycare, not 3 times days. 3 times. കേൾക്കോ? ആദ്യം തന്നെ പിള്ളേർ മേളിലേക്ക് കയറാണ് നോക്കണേ കേട്ടോ. അതെ, ഓ മൈ ഗാഡ്. റോണും ഒരിക്കൽ ചെയ്തിട്ടുണ്ട്, ഞാനും ചെയ്തിട്ടുണ്ട്. കുഞ്ഞിപ്പെണ്ണ് ചെയ്യാറില്ല പൊതുവെ, പക്ഷെ പകുതി വരെ ചെയ്തിട്ട് ഇറങ്ങി വരാറ് പതിവ്. ഇന്നിപ്പോൾ കയറുന്നുണ്ട്. നോക്കാം എന്തോരം പോവുമെന്ന്. അയ്യോ, കേറുന്നുണ്ട് കേട്ടോ. ആ നൈസ്, അടിപൊളി. കുഞ്ഞിപ്പെണ്ണ് അയ്യോ മുക്കാൽ ഭാഗം എത്തിയവള്. ഓ നൈസ്. ആ എന്റെ പിള്ളേര് വളർന്നു എന്നൊക്കെ. റോണ് ഊർന്നു പോന്നു. അവളിപ്പോഴാണ് I remember that. അവള് പിടിച്ചു നിൽക്കുന്നടാ. അയ്യോ ഒന്ന് കൊച്ചു. അവളും പോന്നു. പിള്ളേരെ സ്ലൈഡിൽ പോകാൻ ഓടി. ഞാനും പോട്ടെ, എനിക്കും ഭയങ്കര ഇഷ്ടമാണ് സ്ലൈഡൊക്കെ. ഇങ്ങനെ പോവാതെ വെക്കുക. വേഗം വേഗം കയറിപ്പൊക്കോ, ഓടി ഓടി കയറാം. ഇന്ന് വിചാരിച്ച പോലെ വലിയ തിരക്കില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായി. എനിക്ക് തോന്നുന്നു പേരൻസിനൊക്കെ ജോലിയുള്ളതുകൊണ്ട് പിള്ളേർക്കൊക്കെ അവധിയാണേലും ഡേ കെയറിൽ അല്ലാതെ പേരൻസൊക്കെ ജോലിക്ക് പോയതുകൊണ്ട് പിള്ളേരും കൊണ്ട് അങ്ങനെ അധികം വന്നിട്ടില്ല. അതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. മാറ് മാറ്, ലമ്മി കോച്ചു. അഗെയിൻ കുഞ്ഞിപ്പെണ്ണ് വെള്ളി വലിഞ്ഞ് കയറിയിട്ടോ. എനിക്ക് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഞാൻ കണ്ടില്ല അവള് കയറിയത്. ദേ ഊർന്നു തന്നെ നോക്കിക്കേ. You did? Yeah. Good girl. പോണുണ്ട്, എങ്ങനെ കയറിയെന്ന് നോക്കട്ടെ. ഓ, ആ സൈഡിൽ നിന്നാട്ടോ കയറിയത്, വെറുതെ അല്ല കയറാൻ പറ്റിയത്. അന്ന് എനിക്കും ആ സൈഡിൽ നിന്ന് തന്നെ കയറാൻ പറ്റിയത്. കയറിയ ഫൈനലി. പോരെ പോരെ. So fun. It is, I know. അവിടം വരെ എത്തി നിൽപ്പോ. അയ്യോ പോന്നു. റോബോട്ടിന് ഹാൻഡ്സ് കൊടുക്കുന്നുണ്ടായിരുന്നു ടീന്ന് കയറ്റാൻ വേണ്ടി. ദൈവമേ എന്താവുമെന്ന് പേടിയാവുന്നു. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സ്ലാൻഡഡ് സ്ലൈഡ്. പണ്ട് വന്നപ്പോൾ അയറു കയറിയില്ല കേട്ടോ, പേടിച്ചിട്ട്. ഈ പ്രാവശ്യം അയറും കയറുന്നുണ്ട് നന്നായിട്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയായിരുന്നു കേട്ടോ, ഈ പ്രാവശ്യം ഒന്ന് പോയി നോക്കട്ടെ. സെറ്റ്. എന്റെ പള്ളി എന്തോ സംഭവിച്ചു എന്റെ നടുവിന്. ഓക്കെ, ആ ഒരു കുഴി ഉണ്ടോ, ആ കുഴിയുടെ അവിടെ നടു കുത്തത്തില്ല കേട്ടോ, നല്ല വേനെടുക്കും.
ഇനി പോകുന്നില്ല. കുഞ്ഞിപ്പെണ്ണ് ആ സ്പൈഡർ വെബിൽ ഇറങ്ങാൻ പോവാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അവൾക്ക് ഏജ് ആയില്ലായിരുന്നു, അതുകൊണ്ട് ഇറങ്ങാൻ പറ്റിയില്ല. ഇപ്രാവശ്യം എന്താ ആശത്തിൽ പോവുകയാണ്. ഓരോ തൊളയക്കടെ ഇറങ്ങിക്കോട്ടെ നോക്കി നോക്കി. ഇതേ റോഡ് ഫാസ്റ്റായിട്ട് പോവാം. പിന്നെ 2-3 വർഷമായിട്ട് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. ആയിരിക്കും എൻ്റെ കാണാൻ പോലും നുഴഞ്ഞ് ഇറങ്ങി പോകണ്ട കേട്ടോ. എന്നായാലും വലിയ കുട്ടിയായി. ദൈവമേ, പിള്ളേരുടെ ഏജൊക്കെ പെട്ടെന്നാണ് പോകുന്നത്. എന്തായാലും കുഴപ്പമില്ല. ഇനിയിപ്പം ഞാൻ 1 hourൻ്റെ പ്ലേ ടൈം എടുത്തത്. ഇപ്പോൾ 45 minutes ആയി ഓൾറെഡി. ഇനിയിപ്പോൾ 1-2 കളിയും കൂടി ഇവർ കളിച്ചിട്ട് സ്ലൈഡൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ കുറച്ച് ടാഗും കാര്യങ്ങളൊക്കെ കളിച്ചിട്ട് നമ്മൾ പോവും. കുഞ്ഞു പിന്നെ നമുക്ക് പോവാം. Sure. Let's. Okay, come sit. You go after. You can go after, Chaka. എങ്ങനെ ഇരിക്കണം നീ കൂടെ ഞങ്ങളുടെ കൂടെ? You go. ഓക്കെ പോട്ടെ. Go. Ready? Steady ആയിരുന്നു? Yeah. Ready? Ready? I'm coming. Oh. അമ്മേ, Oh my God. ഇറ്റത്തൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വല്ലതും കാണാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ കുട്ടികൾ ഇതാ ട്രാമ്പുലിന് കയറാൻ വേണ്ടിയിട്ട് പോയിട്ടോ. 2 വഴിയുണ്ട്, നല്ല രസമുണ്ട്. ബൈയൊക്കെ പറഞ്ഞങ്ങ് പോയി കഴിഞ്ഞാൽ ശരിയാവോ? ഇന്നലെ നമ്മൾ ഷോപ്പിങ്ങിന് പോയപ്പോൾ മേടിച്ച സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊന്നും കാട്ടി തന്നില്ലല്ലോ. ഇന്നലെ ഒരുപാട് നല്ല ഓഫേഴ്സിലാണ് കേട്ടോ നമുക്ക് അത്യാവശ്യം ക്ലോത്ത്സ് എല്ലാം തന്നെ കിട്ടിയത്. അതുകൊണ്ട് കുറച്ചധികം നമ്മൾ മേടിച്ചു. പിള്ളേർക്കും മേടിച്ചു, നമുക്ക് മേടിച്ചു. അതെന്തൊക്കെയാണെന്നുള്ളത് വേഗം കാട്ടിത്തരാം കേട്ടോ. ഇത് റോയിച്ചിനൊരു സ്വെറ്റർ ടൈപ്പ് ഷർട്ടാണ്, ടീഷർട്ടാണ്. ഫാൾ സ്പ്രിങ് ആ ഒരു ടൈമിലൊക്കെ ഇടാൻ പറ്റിയ സ്വെറ്റർ ടൈപ്പ് ടീഷർട്ട്. ഇതും ഒരു ഡിഫറെൻറ്റ് വെറൈറ്റി പോലെ ഫീൽ ചെയ്തു. അടിയിൽ വേറൊരു കളർ ആയിട്ടുണ്ട്. പക്ഷേ എനിക്കിതെന്തോ സ്കൂൾ യൂണിഫോമൊക്കെ പോലെ ഒരു ഫീലാണ് തോന്നിയത്. പക്ഷേ റോയിച്ചിന് ഇത് ഇഷ്ടപ്പെട്ടതുകൊണ്ടും പുള്ളി വെറൈറ്റി പിടിക്കുന്ന ആളായതുകൊണ്ടും ഒരു വെറൈറ്റി ഷർട്ട് ആണെന്നും പറഞ്ഞിട്ട് ഇത് മേടിച്ചതാണ്. ഇത് കൈൻഡ് ഓഫ് വാട്ടർ പ്രൂഫിൻ്റെ പോലത്തെ ഒരു മെറ്റീരിയലാണ് കേട്ടോ. ഇത് രണ്ടുമാണ് റോയിച്ചിന് മേടിച്ചത്. പിന്നെ റോങ്കുട്ടിന് ഈ ഒരു പാൻറ്റ് മേടിച്ചു. ഇതും കൈൻഡ് ഓഫ് ഒരു വാട്ടർ പ്രൂഫ് പാൻറ്റാണ്. അപ്പോൾ നമുക്ക് സമ്മറിൽ ഇപ്പോൾ റെയിനി സീസണിലൊക്കെ ആണെങ്കിലും ഒന്ന് ഇട്ടിട്ട് പോകാനൊക്കെ നല്ലതാണ്. ഇതിനൊക്കെ നിസ്സാര വിലയ്ക്കാണ് കേട്ടോ നമ്മൾ മേടിച്ചത്. 12.99 ആണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഐറൂട്ടിക്ക് നമ്മളിതാ ഈ ഒരു ഉടുപ്പാണ് കേട്ടോ മേടിച്ചത്. ഐറൂട്ടി പറഞ്ഞിട്ട് മേടിച്ചതാണ്. പോണിയുടെ പടമൊക്കെ ഉള്ള ഇത് ഇടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് മേടിച്ചിരിക്കുന്നത്. നോർമലി അവൾ പാൻറ്റും ഷർട്ടുമാണ് പ്രിഫർ ചെയ്യാറുള്ളൂ. പക്ഷേ എന്തോ അവൾ ഈയിടെയായിട്ട് കുറച്ച് പ്രിൻസസ് ഉടുപ്പൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഡ്രസ്സ് മോഡൽ മേടിക്കാറുണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വഴക്കൊക്കെ പറഞ്ഞ് കരഞ്ഞൊക്കെയാണ് കുഞ്ഞിപ്പെണ്ണ് നമ്മുടെ ഡ്രസ്സ് കൈൻഡ് ഓഫ് ഫ്രോക്കൊക്കെ ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം ആൾ കുറച്ചുകൂടെ ഫ്രോക്കിലേക്കും ഡ്രസ്സ് ടൈപ്പ് ഉടുപ്പിലേക്കും ഒക്കെ ഭയങ്കര ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവളായിട്ട് ചൂസ് ചെയ്താണ് ഇട്ടോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്ലവറൊക്കെ ഉള്ളത് ഫ്ലവേഴ്സിൻ്റെ ഉടുപ്പുകൾ ഇപ്പോൾ അവൾക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മേടിച്ചതാണ് കേട്ടോ. ഇത് വിന്നേഴ്സിൽ നിന്നാണ് നമ്മൾ മേടിച്ചത്. നിസ്സാര വില എന്തോ ഉള്ളൂ, 19.99 ഉള്ളൂ കേട്ടോ. ഇനി വന്നിട്ട് എൻ്റെ അത് നമ്മൾ ലാസ്റ്റാണല്ലോ പറയാൻ പാടുള്ളൂ, നമുക്ക് ഭയങ്കര ഇഷ്ടം എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ. ഇത് വിന്നേഴ്സിൽ നിന്ന് മേടിച്ചൊരു ഉടുപ്പാണ് കേട്ടോ. നല്ലതല്ലേ ഗൈസ്? ഇത് ഇട്ട് കാണിച്ചാലാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ തോന്നുന്നു. ഇവിടെ ഒരു എലാസ്റ്റിക് സംഭവമൊക്കെ ഉണ്ട് വയറിൻ്റെ അവിടെയായിട്ട് വെക്കുന്നത്. അപ്പോൾ ഒരു നല്ല രസമായിട്ട് ഇതിങ്ങനെ കിടക്കും. അതുപോലെ ബാക്കിലേക്ക് നീളം കൂടിയിട്ട് ഫ്രണ്ടിൽ നീളം കുറഞ്ഞിട്ടുള്ളൊരു മോഡലാണ് കേട്ടോ ഇത്. നല്ല രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഇട്ടപ്പം. ഇട്ട് കാണിച്ചു തരണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ ഓരോരോ വീഡിയോയിൽ കൂടെ ഞാനിതൊക്കെ ഇട്ട് കാണിച്ചു തരാം കേട്ടോ. പിന്നെ എനിക്ക് കിട്ടിയൊരു ഷർട്ടാണ്, ടീഷർട്ടാണ്. ഇത് ഈ കളറ് എനിക്ക് ഇല്ല. കയ്യിൽ ഇങ്ങനത്തെ ഒരു വെറൈറ്റി കട്ടിങ്സ് ഒക്കെ ഉണ്ട്, 2 കയ്യിലും ഉണ്ട്. ആ ഒരു ടൈപ്പ് നമ്മുടെ കയ്യിലില്ലല്ലോ. പിന്നെ ഈ കളറും എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ട് റോയിച്ച് മേടിച്ചോളാൻ പറഞ്ഞിട്ട് മേടിച്ചതാണ് കേട്ടോ. പിന്നെ ഇട്ടപ്പോഴും നല്ല ഭംഗിയാണെന്ന് റോയിച്ചും പറഞ്ഞു. പിന്നെ ഇത് മൈക്കിൾ കോഴ്സിൻ്റെ ആണ്. പിന്നെ നമുക്കത് കിട്ടുന്നത് $28 കേട്ടോ. 2 ഇന്നർ ടീഷർട്ട്സ് മേടിച്ചു. അതായത് കൈ ഒത്തിരി ഇറങ്ങിയ ഉടുപ്പുകളൊക്കെയാണ് ഞാൻ അങ്ങനെ ഇടാറില്ല. അപ്പോൾ അതുകൊണ്ട് അകത്ത് ഞാൻ ഈ ഒരു ടീഷർട്ട് ഇടും. അപ്പോൾ കൈ അത്രയും നമുക്ക് കുഴപ്പമില്ലല്ലോ. അങ്ങനെ മേടിച്ച ഒരു ബ്ലാക്കാണിത്. പിന്നെ ഒരു വൈറ്റും കൂടെ നമ്മൾ ഇതിൻ്റെ തന്നെ മേടിച്ചു. ഇതിനെത്രയാണ്? $12.99. അതിൻ്റെ വൈറ്റ് അല്ല ഇത്, പക്ഷെ അങ്ങനത്തെ പോലത്തെ ഇന്ന ടീഷർട്ട് തന്നെയാണിത്. പക്ഷേ ഇത് ആക്ച്വലി നമുക്ക് പുറത്തും ഇടാൻ പറ്റിയ ടീഷർട്ടാണ്. പക്ഷേ ഇതിന് ഇറക്കം കുറവായതുകൊണ്ട് ഞാൻ പുറത്തിടില്ല, അകത്തിടുള്ളൂ.
അപ്പോൾ എനിവേസ് അങ്ങനെ മേടിച്ചതാണിത്. ഇതും 12.99 തന്നെയാണ് കേട്ടോ. ഇനി ഹഡ്സൺസ് ബേയിൽ നമ്മൾ എന്താണ് മേടിച്ചതെന്ന് കാണിച്ചു തരാം. എനിക്കിതാ ഈ ഒരു ഓവർകോട്ട് മേടിച്ചു കേട്ടോ. ഇത് പ്യുവർ വൈറ്റ് ആണ്, ഗസ്സിൻ്റെ ആണ്, ബ്രാൻഡഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പ്രൈസ് ഉള്ളതാണ് കേട്ടോ. ഒറിജിനൽ പ്രൈസ് വന്നിട്ട് 108 ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഓഫറും എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് ഇത് കിട്ടിയത് $14.99 ഗസ്സിൻ്റെയൊക്കെ ഒരു പ്രോഡക്റ്റ് $15 കിട്ടുന്നത് ഭയങ്കര ലാഭമായതുകൊണ്ടും ഓവർകോട്ട് എനിക്ക് എപ്പോഴും ഇഷ്ടമായതുകൊണ്ടും ഞാൻ എല്ലാ ഉടുപ്പിൻ്റെയും കൂടി ഇടാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടും ഞാൻ മേടിച്ചതാണ് കേട്ടോ ഇത്. പിന്നെ വന്നിട്ട് ഒരു പാൻറ്റ് എനിക്ക് കിട്ടി, സമ്മർ പാൻസ്. നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ട്രിപ്പിനൊക്കെ പോകുമ്പോൾ ഇടാം, അല്ലെങ്കിൽ വീട്ടിലാണെങ്കിലും ഒക്കെ ഇടാം കേട്ടോ. ഇതിന് $12.99 ആണ് എല്ലാ ഓഫറും കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയത്. പിന്നെ വന്നിട്ട് ഈ ഒരു ജീൻസാണ്. എനിക്കിത് ഭയങ്കര ലാഭമായിട്ട് തോന്നി. കാരണം ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് വന്നിട്ട് $99.95 ആണ്. പക്ഷേ എനിക്കിത് കിട്ടിയത് ഐ ബിലീവ് ഇറ്റ്സ് $14.99 ആണ്. ഇത് ലെവിസിൻ്റെ ആണ് കേട്ടോ ഈ ഒരു ജീൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇത് ഹൈ റൈസ് സൂപ്പർ സ്കിന്നിയാണ്. എനിക്ക് സ്കിന്നി ജീൻസാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ലാഭമായിട്ട് തോന്നി. $14.99 കുഴപ്പമില്ലാത്ത പ്രൈസല്ലേ, നല്ല പ്രൈസല്ലേ. ലെവിസിൻ്റെയൊക്കെ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് അത്രയും ചെറിയ എമൗണ്ടിന് നല്ലതായിട്ട് തോന്നി. അതുകൊണ്ട് ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മൾ ഇന്നലെ പോയപ്പോൾ മേടിച്ചത്. ഇന്നലെ ഷോപ്പിങ്ങിന് പോയിട്ട് ഷോപ്പിംഗ് നടത്തിയെന്ന് പറഞ്ഞതല്ലാതെ എന്തൊക്കെയാണ് വാങ്ങിയെന്ന് നമ്മൾ പറഞ്ഞില്ലല്ലോ. അപ്പോൾ അതൊക്കെ കാട്ടി തന്നില്ലെങ്കിൽ മോശമല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇതൊക്കെയാണ് നമ്മൾ മേടിച്ചത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് കമൻറ്റ് ബിലോ ഗൈസ്. അപ്പോൾ എന്തായാലും ഈ ഒരു കുട്ടി വ്ളോഗ് ഇവിടെ തീരുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു ഓൾ. അപ്പോൾ ഇനി നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ. ഇത് ഇൻഡോർ ടോയ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ റോങ്കുട്ടൻ നല്ല അടിപൊളിയായിട്ട് ഇത് പറത്തുന്നുണ്ട്. നല്ല രസമുണ്ടല്ലേ ഗൈസ്. ഇത് താഴേക്ക് വരുമ്പോൾ റോണ് ഇതേ കൈ ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് ചെല്ലുമ്പോഴത്തേക്ക് അത് മേളിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് തന്നെ പോകുന്നുണ്ട്. കൈ ഇങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും എന്തേ അത് പൊങ്ങിപ്പോണം. ഓക്കെ, സോറി അമ്മയ്ക്ക് ഒന്ന് ട്രൈ ചെയ്യണമായിരുന്നു. അമ്മ ഇതിൻ്റെയൊക്കെ ആളാടാ. അതിന് ഇടിക്കാൻ പാടില്ല. You try to hold it now. Let's see. അങ്ങനെ ഗ്രാബ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. Let's see. Yay, you did it, Rona. Good job.